നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് എൻ്റെ കാറിൻ്റെ കമ്പനി വരുന്ന സെറ്റാണ് കേട്ടോ. റിറ്റ്സിൻ്റെ അകത്ത് കമ്പനി വരുന്ന സെറ്റാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ സെറ്റിനകത്ത് ഈ ബ്ലൂടൂത്ത് മോഡൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പം പഴയ മോഡൽ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മോഡലാണ്. അപ്പം ഈ മോഡൽ വരുന്ന സെറ്റിന് ബ്ലൂടൂത്ത് കയറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെറ്റ് മുഴുവനായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷനും കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ. അതാ അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 പിന്നെ വരുന്നത്, ഇത് പ്ലസും ഇത് ആക്സസറിയും. ഗ്രൗണ്ട് ബോഡി കൊടുത്താൽ മതി. ഗ്രൗണ്ട് നമ്മുടെ ബോഡിയിൽ എവിടെയും ഈ നെഗറ്റീവ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ആയിക്കോളും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് ഓൺ ആക്കുന്ന സമയത്താണ് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് അതുവരെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഓരോ സെറ്റിന് സ്പെസിഫിക് ആയിരിക്കും, ഓരോ മോഡൽ സെറ്റിന് സ്പെസിഫിക് ആയിരിക്കും. ഈ ടൈപ്പാണ് നിങ്ങളുടെ സെറ്റെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ കണക്ഷൻ നിങ്ങൾ പുറമേ വെച്ച് വയ്ക്കുകയാണെങ്കിൽ. അല്ല നിങ്ങളുടെ സെറ്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ കണക്ട് ചെയ്യരുത്. നിങ്ങളുടെ സെറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും PDF ആയിട്ട്, അല്ലെങ്കിൽ ചില സൈറ്റിലൊക്കെ നേരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പവർ അപ്ലൈ ചെയ്യുക. നേരെ വെറുതെ കയറി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സെറ്റ് അടിച്ചു പോകും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അപ്പോൾ അത് എൻ്റെ കറണ്ട് ലിമിറ്റഡ് പവർ സപ്ലൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തിരിഞ്ഞു പോലും ഇവിടെ പ്രശ്നം വരില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സപ്ലൈ ചിലപ്പോൾ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പോലെ ആയിട്ടുണ്ടെങ്കിൽ വെറുതെ സെറ്റ് അടിച്ചു പോകും. അപ്പോൾ അത് നോക്കി മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് പാനൽ ഊരിയെടുക്കണം. അതായത് ഇതുപോലെ ഊരിയെടുക്കണം. സെറ്റിൻ്റെ ബാക്കി സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് പവർ ഓൺ ചെയ്യാൻ വേണ്ടി ഇത് കണക്ട് ചെയ്താലേ പറ്റുള്ളൂ. തൽക്കാലം ഇത് മാറിയിരിക്കട്ടെ. നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് ഈ ബോർഡിലാണ്. നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് കുറച്ച് വയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സോൾഡർ ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പം ഇതിനകത്ത് വളരെ സിമ്പിളാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഈ മോഡ്യൂൾ നമുക്ക് എനിക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് ഏകദേശം 75 രൂപ മറ്റുമായി ഇത് വാങ്ങിയ സമയത്ത്. കുറച്ചായി ഞാനിത് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ഇതുപോലത്തെ കുറച്ചെണ്ണം സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും. ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ മോഡിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു 75 രൂപ മുടക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. കുറച്ച് കാലമായിട്ട് ഇരിക്കുന്നത്, 6-7 മാസം മുമ്പാണ് വാങ്ങിയത്. അപ്പം ഇതിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുണ്ടോ, ഇതിനകത്ത് നമുക്ക് പവർ വേണം. ഇവിടെ മാർക്കിംഗ് എല്ലാം ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇതുണ്ടോ, സപ്ലൈ ഇവിടെ കൊടുക്കാനുണ്ട്. പ്ലസ് ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് 5 വോൾട്ടും 3.3ലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാം. മാക്സിമം 5 വോൾട്ട്, മിനിമം 3 വോൾട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ബോർഡിലും 5 വോൾട്ടും 3 വോൾട്ടും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഓക്സ് പോർട്ട് ഉണ്ടല്ലോ, ഈ ഓക്സ് പോർട്ട്, ഇതിൻ്റെ കണക്ഷൻ എന്താ ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഓക്സിൻ്റെ വയറാണിത്. ഇതാണ് ഓക്സിൻ്റെ സോക്കറ്റ്. നമുക്കിവിടെ നോക്കിയാൽ അതിൻ്റെ കണക്ഷൻ കാണാം. അത് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഓഡിയോ ലൈൻസ് നമുക്ക് അതിലേക്ക് വേണം കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ സപ്ലൈ എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് സെറ്റാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ ഈ ലൈൻ കണ്ടോ, ഇവിടെ ഈ 3 പിന്ന് വരുന്നത്, ഇത് ഏകദേശം ഈ സൈഡിലായിട്ട് വരും. ഇവിടെ നമുക്കൊരു IR സെൻസറുണ്ട്, നമ്മുടെ റിമോട്ടിൻ്റെ സെൻസർ വരുന്നത്. അപ്പം അത് നിങ്ങളുടെ സെറ്റിനകത്ത് ഈ മോഡലാണെങ്കിൽ ഇതാണ് ആ സെൻസറിൻ്റെ പിൻ. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം സപ്ലൈ ആയിരിക്കും. ഗ്രൗണ്ട് നിങ്ങൾക്ക് ഈ ബോർഡിൽ നിന്ന് എവിടെ വേണമെങ്കിൽ എടുക്കാം. ഗ്രൗണ്ട് എവിടെ കണക്ഷൻ കൊടുത്താലും ഗ്രൗണ്ട് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നടുവിലത്തെ പിന്നെ ഗ്രൗണ്ടാണ്. സ്പെസിഫിക്കലി പറഞ്ഞാൽ നടുവിലത്തെ പിന്നെ ഗ്രൗണ്ടാണ്. പക്ഷേ ഗ്രൗണ്ട് പാഡ് നമുക്ക് എവിടെ തപ്പിയാലും നമുക്ക് കിട്ടും. സപ്ലൈ എടുക്കാനായിട്ട് ഈ മുകളിലത്തെ പിന്നെ. അപ്പം അത് ഇതിൻ്റെ സപ്ലൈയിലേക്ക് കൊടുക്കുക. ഓഡിയോ കണക്ഷൻസ് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, സെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഈ സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറിംഗ് എല്ലാം നിങ്ങൾ നല്ലപോലെ ഹോട്ട് ഗ്ലൂ ഇടണം. കാരണം വണ്ടിക്കകത്ത് നല്ലപോലെ വൈബ്രേഷൻ ഉണ്ടാവും. സെറ്റുകൾ നല്ലപോലെ എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. പവറിൻ്റെ കണക്ഷനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പവറിൻ്റെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയും പോയി ടച്ചായി ഷോർട്ട് ആകാൻ സാധ്യതയുണ്ട്. അപ്പം ആ പവറിൻ്റെ കണക്ഷൻ നിങ്ങൾ സോൾഡർ ചെയ്യുന്നിടത്ത് എക്സ്ട്രാ ഹോട്ട് ഗ്ലൂ ഇടുക. പിന്നെ നിങ്ങൾ വയർ സെക്യൂർ ചെയ്യുക. നമ്മൾ വൈബ്രേഷൻ വന്നാലും വിട്ടുപോകാത്ത രീതിയിൽ ഓഡിയോയുടെ പിന്നും ഈ ജോയിൻറ്റ് വരുന്നതും അതുപോലെ നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇറ്റ്സെൽഫ് ബോഡിയായിട്ടൊന്ന് ഹോം ഗ്ലൂ ചെയ്ത് വെച്ചേക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇത് സ്പീക്കർ ഔട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി വെച്ച് നോക്കിയാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് വണ്ടി കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു ചെറിയ അപ്ഡേറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഓൾറെഡി വെച്ചിരുന്നത് ഇവിടെ ആയിട്ടാണ്. നമ്മുടെ ബ്ലൂടൂത്ത് മോഡൽ ഇവിടെ ആയിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ സെറ്റിൻ്റെ ഈ ഒരു ലിപ്പ് കണ്ടോ, ഈ ഒരു മെറ്റാലിക് ലിപ്പ്, ഈ പോർഷൻ ആ സ്ലോട്ടിനകത്തോട്ട് കയറി പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ PCB അവിടെ വെച്ച് കഴിഞ്ഞപ്പം ഇത്
അടയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത് മെറ്റാലിക് പോർഷൻ ഇവിടെ വന്ന് നമ്മുടെ PCB തട്ടി നിൽക്കും. അപ്പോൾ അത് കാരണം ഈ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സോ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് തരും. ഇതുണ്ടോ, ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ബ്ലൂടൂത്ത് ബോർഡ് ഇവിടേക്ക് വെച്ചു. ഈ വയർ ലെങ്ത് ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വയർ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ഈ കോർണർ ഒന്നും വെക്കാത്ത രീതിയിൽ വെക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കും ഉണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വയർ ചെയ്ത സമയത്ത് ഇവിടെയായിട്ട് ഫസ്റ്റും സെക്കൻഡും പിന്നെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി ഞാൻ ഈ പോയിന്റിലേക്ക് സോൾഡർ ചെയ്തു. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തപ്പോൾ ഇതും കണ്ടിന്യൂറ്റി കാണിച്ചു. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ആയിരുന്നു. ബേസിക്കലി VCCയും ഗ്രൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യേണ്ടതിന് പകരം ഞാൻ ഗ്രൗണ്ടും കൂടെയാണ് കണക്ട് ചെയ്തത്. സോ അങ്ങനൊരു അബദ്ധം കൂടെ പറ്റിയായിരുന്നു. സോ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റിലേക്ക് ബാക്കി കണക്ട് ചെയ്തിട്ട് നമ്മുടെ പവർ സപ്ലൈ ആദ്യം ഓണാക്കി നോക്കാം. എന്നിട്ട് നമുക്കിത് കാറിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നമ്മുടെ പവർ സപ്ലൈ ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ മോഡ്യൂൾ മുകളിലുണ്ട്. ഞാൻ ഇതിൻ്റെ മോഡ്യൂളിന് പവർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഹോട്ട് ഗ്ലൂ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോബ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇത് ഓക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്കിത് കാറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടിയിൽ സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഞാൻ AUXലേക്ക് ഇട്ടിട്ടുണ്ട്. പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബ്ലൂടൂത്തിൽ അത് കാണിക്കണം. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. .0 BT കാണിക്കുന്നുണ്ട്. ആക്റ്റീവ്, ദാറ്റ് മീൻസ് ഇത് പെയർ ആയിട്ടുണ്ട്. ഇതിന് മറ്റേ കണക്റ്റഡ് എന്നൊക്കെയുള്ള സൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ NCS പ്ലേ ആണേ. ഓക്കെ, അപ്പോൾ സംഗതി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ബീപ് സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ മോഡലാണ്. നേരത്തെ ഒക്കെ ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് റെഡി ടു പെയർ എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പം ഞാൻ പ്ലേ എടുക്കുകയാണെങ്കിൽ ഫോണിൽ നിന്നാണ് പ്ലേ ആവുന്നത്. നമുക്ക് ഓട്ടോ പെയർ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ലെഫ്റ്റ് റൈറ്റ് ഓക്കെ ആണോ നോക്കാം. ഇതിന് കോപ്പിറൈറ്റ് കിട്ടി ഞാൻ ഈ ഭാഗം മ്യൂട്ട് ചെയ്യുവേ. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ടെസ്റ്റ് സാധാരണ ചില സമയത്തൊക്കെ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളതാണെങ്കിൽ ഞാനതങ്ങ് ഇത് ചെയ്യും. Warning, this video contains flashes and moving images. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് തന്നെയാണ് കേട്ടോ കേൾക്കണേ. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് കേൾക്കുന്നത്. റൈറ്റ് സൈഡ് സൗണ്ട് ഇല്ല. ഇപ്പോൾ റൈറ്റ് സൈഡ് തന്നെയാണ്. പെർഫെക്റ്റ് ആണ്. ലെഫ്റ്റും റൈറ്റും തന്നെയാണ് കേൾക്കുന്നത്. മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ലെഫ്റ്റാണ് വീണ്ടും. അപ്പം സ്റ്റീരിയോ ആയിട്ട് തന്നെയാണ് നമ്മുടെ സെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമുക്കിത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് തിരിച്ച് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. പാനലൊക്കെ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം ഈ രീതിയിൽ നമ്മുടെ പഴയ മോഡൽ വണ്ടികളാണ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് എടുത്തത് ഒരു പഴയ മോഡൽ വണ്ടിയാണെങ്കിൽ അതിലുള്ള സെറ്റ് പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം എക്സ്പെൻസ് ആവാതെ തന്നെ നമ്മുടെ വണ്ടിയിൽ ബ്ലൂടൂത്ത് പോലുള്ള മോഡേൺ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്കറിയാം ആൻഡ്രോയിഡ് സ്ക്രീൻ കയറ്റുകയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ 2D അല്ലെങ്കിൽ സിംഗിൾ ഡിൻ സെറ്റുകൾ ഇപ്പോൾ വളരെ അപൂർവമാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ആൻഡ്രോയിഡിലേക്ക് മാറി. പിന്നെ ഇപ്പോൾ ഒരു ഡബിൾ ഡിൻ സെറ്റ് വാങ്ങി വെക്കണേ തന്നെ
ഏറ്റവും കുറഞ്ഞത് ഒരു 8,000 രൂപ ഡബിൾ ഡിൻ സെറ്റ്, അല്ലെങ്കിൽ അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനികളുടെ ഡബിൾ ഡിൻ സെറ്റുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ പല കടകളിൽ സ്റ്റോക്ക് പോലും ഉള്ളൂ. ഒരു 10,000 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന ഡബിൾ ഡിൻ സെറ്റുകൾ. അപ്പം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മ്യൂസിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മ്യൂസിക് സ്ഥിരമായിട്ട് അതിനൊരു ക്രൈസുള്ള ആളുകളാണ് അങ്ങനത്തെ സെറ്റുകൾ വെക്കുന്നത് തന്നെ. അപ്പോൾ നോർമൽ നിങ്ങളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കുക എന്നൊരു യൂസ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ അധികം എക്സ്പെൻസ് ഒന്നും കൊടുക്കണ്ട. പിന്നെ പറഞ്ഞില്ല, ഇത് ചെയ്യാനുള്ളൊരു സമയവും പിന്നെ മോഡ്യൂളിൻ്റെ പൈസയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ വണ്ടിയിൽ ബ്ലൂടൂത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും. ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വയറിംഗ് ഡയഗ്രം ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.